Hello students, welcome back to Bosco Campus Vision. In the previous session we discussed the concept of e-service. So now we will move on to the next topic, that is e-filing. So in this session we will look into the meaning and the advantages or benefits of e-filing. So what do you mean by e-filing? E-filing is the electronic submission of information that is required by law. It is the filing of information in electronic form. It can also be referred to as a process of using a computer program to transmit information electronically to another party. സോ നിയമപരമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. ആ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോമിലായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡെഫിനിറ്റ് ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് യൂസിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി ടു അനദർ പാർട്ടി. സോ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമുക്ക് ഇ ഫയലിംഗ് എന്ന് പറയാം. സോ നോർമലി ചെയ്യുന്ന ഒരു ഫയലിംഗ് ആക്ടിവിറ്റി ഇലക്ട്രോണിക് മീൻസിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീൻസിൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഇ ഫയലിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫയലിംഗ് എന്ന് പറയുന്നത്. So in India, the most widely adopted e-filing system is income tax return filing. സോ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഒരു മേജർ ഇ ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആണ്. സോ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്? ഒരു വർഷത്തെ ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വർഷത്തെ ടോട്ടൽ ഇൻകമും എക്സ്പെൻസും അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടും എല്ലാം ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്. സോ ഇൻകം ടാക്സ് സംബന്ധിച്ച് മെയിനായിട്ടും 2 വർഷങ്ങളാണുള്ളത്. ഒന്ന് പ്രീവിയസ് ഇയറും ഒന്ന് അസസ്മെൻറ്റ് ഇയറും. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് April 1 തുടങ്ങി March 31 അവസാനിക്കുന്ന ഒരു 12 months പീരീഡ് ആണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഇയറാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഒക്കെ ടാക്സ് എമൗണ്ട് ആണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ഫയൽ ചെയ്യുന്നത്. സോ ഇപ്പം 2019-20 ആണ് പ്രീവിയസ് ഇയർ എങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട വർഷം എന്ന് പറയുന്നത് 2020-2021 ആണ്. സോ ഈ ടാക്സ് ഫയലിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് കുറേ ഫോംസ് അവൈലബിൾ ആണ്. ITR1, ITR2, ITR3 അങ്ങനെ ITR7 വരെയുള്ള ഫോംസ് അവൈലബിൾ ആണ്. സോ ഓരോ പേർപ്പസിനും ഓരോ ഫോംസ് ആണ്. സോ ഈ ഫോംസ് ഫില്ല് ചെയ്താണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. സോ ഈ ഫയലിംഗ് സിസ്റ്റം വന്നതോടുകൂടി ഈ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി സിമ്പിളും ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. E-filing has manifold benefits. The taxpayer can file a tax return from the comfort of home at any convenient time. സോ ഈ ഒരു ഇ-ഫയലിംഗ് സിസ്റ്റം വെച്ചിട്ട് ടാക്സ് പേയറിന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. സോ പേപ്പർ ബേസ്ഡ് റിട്ടേൺ ഫയലിങ്ങിനെയും കാട്ടി കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും ഇ-ഫയലിംഗ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇന്ത്യ e-filing.government.in എന്നുള്ള സൈറ്റാണ്. സോ അത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. The electronic filing system prevents the user from making small mistakes by alerting them if something does not register correctly. സോ എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എററോ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് നമുക്കൊരു അലേർട്ട് ലഭിക്കും. ഇന്ന കാര്യം ചെയ്യാനുണ്ട്, രജിസ്റ്റർ ചെയ്യാനുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് നമുക്കൊരു അലേർട്ട് തരും. സോ അതെന്ന് പറയുന്നത് ഈ ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു സം ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഇ-ഫയലിംഗ്. ഇ-ഫയലിംഗ് is now introduced in many departments due to its various benefits. First one is that a dramatic increase in the speed with which application can be filed. സോ ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ് തന്നെയാണ്. നമ്മൾ പേപ്പർ പ്രോസസ്സിനെയും കാട്ടി ഒരു 2 times സ്പീഡ് കൂടുതലായിരിക്കും നമ്മൾ ഇലക്ട്രോണിക് ഫയലിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ടെക്നിക്കൽ എറർ സംഭവിക്കുന്നെങ്കിലേ ഒരു ഡിലേ വരേണ്ടതായിട്ടുള്ളൂ, അല്ലാതെ മാനുവലി അതിലൊരു ഡിലേ വരാറില്ല. നെക്സ്റ്റ് വൺ ഇസ് ദ എബിലിറ്റി ടു ഫയൽ 24 hours a day 7 days a week, മേക്കിംഗ് ഇറ്റ് കൺവീനിയൻറ്റ്. സോ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് accessibility ആണ്. 24/7/365 days accessibility ആണ്. ടാക്സ് പേയറിൻ്റെ അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന ആളുടെ കൺവീനിയൻസ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഈ ഫയലിംഗ് നടത്താവുന്നതാണ്. നെക്സ്റ്റ് ഇസ് സേവിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി ഓൺ പോസ്റ്റേജ് ഓർ കൊറിയർ ചാർജ് ബിക്കോസ് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് ആർ ക്രിയേറ്റഡ്, റിവ്യൂഡ് ആൻഡ് ഫയൽഡ് ഇലക്ട്രോണിക്കലി യൂസിങ് ദ ഇൻ്റർനെറ്റ്. സോ ഈ ഫയലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പോസ്റ്റേജിൻ്റെയോ കൊറിയർ ചാർജസിൻ്റെയോ യൂസേജിൻ്റെയോ ആവശ്യം വരുന്നില്ല.
എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റേജിൻ്റെയോ കൊറിയേഴ്സിൻ്റെയോ ഒരു യൂസേജും ഇവിടെ ഈ ഫയലിങ്ങിന് വരുന്നില്ല. സോ ആ രീതിയിൽ ഒത്തിരി സമയവും അതുപോലെ തന്നെ ഒത്തിരി കോസ്റ്റും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് is that by eliminating mailing, handling and keying in of files, they are now processed more quickly and retrieved rapidly. സോ പേപ്പർ ബേസ്ഡ് ഫയലിംഗ് സിസ്റ്റം ആയിരുന്നെങ്കിൽ നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ അത് ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് പിന്നെ അത് ഡിസ്പാച്ച് സെക്ഷനിലേക്ക് ചെന്ന് പിന്നെ അത് ഓരോ വേണ്ടുന്ന റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്ന് പിന്നെ കുറേ സമയം എടുത്തിട്ടാണ് അവസാനം അത് കറക്റ്റ് അതോറിറ്റിയുടെ കയ്യിൽ എത്തുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു TDS പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കുറേ താമസം ചെയ്താണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫയലിംഗ് സിസ്റ്റത്തിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആ കറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാണ് ഡീല് ചെയ്യുന്നത്. നമ്മളിവിടെ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുന്ന ഫയൽ ഡയറക്റ്റ്ലി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കിട്ടും. അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും റീഫണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് റീഫണ്ടും ലഭിക്കും. And the next one is that there will be a reduction in cost associated with the procurement, printing, postage, storage, replacement, stock taking and distributing printing forms. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു കോസ്റ്റ് റിഡക്ഷൻ ആണ് ഈ ഫയലിംഗ് സിസ്റ്റം വഴി നമുക്ക് ലഭിക്കുന്നത്. പ്രിൻറ്റിങ്ങിൻ്റെയോ പോസ്റ്റിങ്ങിൻ്റെയോ സ്റ്റോറേജിൻ്റെയോ റീപ്ലേസ്മെൻറ്റിൻ്റെയോ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെയോ പ്രിൻറ്റിംഗ് ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെയോ ഒരു ആവശ്യവും നമുക്കിവിടെ വരുന്നില്ല. സോ ആ രീതിയിലെല്ലാം നമുക്കുണ്ടായിരുന്ന വലിയൊരു കോസ്റ്റ് നമുക്ക് ഈ ഒരു ഫയലിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുള്ളി അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ബെനിഫിറ്റ് ഇസ് ദാറ്റ് ഓട്ടോമാറ്റിക് കൺഫർമേഷൻ മെസ്സേജ് ആസ് സൂൺ ആസ് ദ ഫയലിംഗ് ഇസ് കംപ്ലീറ്റഡ്. ഇൻ മോസ്റ്റ് കേസസ് എ സീരിയൽ നമ്പർ ഇസ് ഓൾസോ സപ്ലൈഡ് ടു ദ കസ്റ്റമർ കൺഫേമിംഗ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ഫയൽ. സോ ഫയലിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് കൺഫർമേഷൻ മെസ്സേജ് വരും. സോ അതിൽ നിന്ന് നമ്മുടെ ഫയലിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് ഇവിടെ ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു സീരിയൽ നമ്പേഴ്സും മോസ്റ്റ് കേസസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അത് ആ ഫയൽ അവിടെ അക്സെപ്റ്റ് ചെയ്തു, അതിൻ്റെ പ്രോസസ്സിങ് നടത്തി. സോ ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ റെഫറൻസ് ഉണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ ഉപയോഗിച്ച് കസ്റ്റമറിന് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. So these are some of the main advantages or benefits of e-filing system which makes the e-filing system a very popular system. So in this session we discussed the meaning and the concept of e-filing and the various advantages or benefits of e-filing. Hope all are clear with the topic. Thank you.